മായയായ ലോകത്തെ മറഞ്ഞ അക്കരെ നാട്ടിൽ ഞാൻ ചെന്ന് എന്നെ സ്വീകരിപ്പാൻ കൂർത്തുമൂർത്ത കല്ലുകൾ കൊണ്ട് ഏറുവാങ്ങി, ആമേൻ, ഇതാ എൻ്റെ ജീവനെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു എന്ന് സ്തേഫാനോസ് കണ്ണടച്ചപ്പോൾ, ആമേൻ, അവൻ ഒരു കാഴ്ച കണ്ടു. തുറന്ന സ്വർഗത്തിൽ വാതിൽക്കൽ എൻ്റെ യേശു എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച, സ്വീകരിപ്പാൻ നിൽക്കുന്ന കാഴ്ച. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവ പൈതലേ, നല്ല തീരുമാനത്തോടെ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി പുറപ്പെട്ട ദൈവ പൈതലേ, കഷ്ടതകളും വേദനകളും ദുരിതങ്ങളും ഞെരുക്കത്തിന്റെ അപ്പവും കഷ്ടത്തിന്റെ കണ്ണുനീരും നിന്റെ ജീവിതത്തിൽ നീ കഴിക്കുകയും കുടിക്കുകയും ചെയ്ത്, ആമേൻ, ഏതോ നിലയിൽ നീ യാത്ര ക്രൂശിന്റെ പാതയിൽ ചെയ്ത് നിന്റെ യാത്ര തീരുന്നൊരു നാളുണ്ട്. നിന്റെ യാത്ര തീരുന്നൊരു നാളുണ്ട്. അന്ന് ഇവിടെ നിന്ന് കണ്ണടയ്ക്കുമ്പോൾ നീ കാണുന്നത് ആരെയെന്നറിയാമോ? നിനക്ക് വേണ്ടി കാൽവറിയിൽ ജീവനെ നൽകി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി രക്തം ചിന്തി, നിനക്കായി മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത്, ആമേൻ, പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട്, ആമേൻ, നമ്മുടെ പരിപാലകനായി, നമ്മുടെ സഹായകനായി, നമുക്ക് വേണ്ടി സൗഹൃദവും നിർവഹിച്ചവനായി നമ്മെ കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് വേണ്ടി സമർപ്പിച്ച്, ആമേൻ, എനിക്ക് വേണ്ടി സമർപ്പിച്ച് ക്രൂശിന്റെ പാതയിൽ യാത്ര ചെയ്തു വരുന്ന, ആമേൻ, എൻ്റെ പൈതലിത വന്നുകൊണ്ടിരിക്കുന്നു. അവൻ ഇവിടെ നിന്ന് കണ്ണടയ്ക്കുമ്പോൾ, ജീവൻ എൻ്റെ യേശുവിൽ അർപ്പിക്കുമ്പോൾ, ഇവിടുന്ന് പറന്നുയർന്ന് അവൻ ഇതാ വരുന്നുണ്ട്. അവനെ സ്വീകരിപ്പാൻ തുറന്ന സ്വർഗത്തിന്റെ വാതിൽക്കൽ എൻ്റെ യേശു ഇതാ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. നിന്നെ മാറോടണച്ച് മുത്തം ചെയ്ത് വിശ്രമത്തിന് വേണ്ടി കൊണ്ടുപോയി നിത്യ സന്തോഷത്തിലാക്കുവാൻ. ഇതാണ് ദൈവ പൈതലിന്റെ പ്രത്യാശ. ഹല്ലേലൂയ.